വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ ഹലോ ഹലോ, ഇത് കോയ കോളിംഗ് പരിപാടിയിൽ ആരാണ്? ഞാൻ അൽത്താഫായി വിളിക്കുക, ലണ്ടനിൽ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ, The person you are calling is currently unavailable. പോയി. അപ്പൊ ഇവിടെ കോയ കോളിംഗ് ചെയ്തിട്ട് വലിയ ആളായിട്ട് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ട് സംഘികളും കൃഷികളും കണ്ണിൽ പൊടിയിട്ടിട്ട് ഇവർക്ക് കുറച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇവിടെ കോയ കോൾ ചെയ്തിട്ട് വലിയ സംഭവമായിരുന്നു ആ ചങ്ങ. അതായത് ഒന്നുമില്ല, ഇതന്നെ പറയുന്നത് ആയിഷ റളിയല്ലാഹുവിന്റെ വയസ്സും അതുപോലെ റസൂലുള്ളാഹിന്റെ ലൈംഗികമായ ബന്ധവും അതുപോലെ തന്നെ എന്ത് കാഫിറിനെ അവിടെ വെച്ച് കൊല്ലണം, ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിൽ സംഭവം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചിട്ടായിരുന്നു. പിന്നെ ഇസ്രായേലിലേക്ക് പോയി ചങ്ങ. ഇസ്രായേലിൽ അവിടെ നല്ലൊരു ഊക്ക് കിട്ടിയിട്ട് നല്ല ചെറിയൊക്കെ കിട്ടി അവിടെ തന്നെ പെണ്ണില്ല. അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കമന്റ് ആയിരുന്നു, നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഉണ്ടെങ്കിൽ കോയ കോളിക്ക് വിളിക്കുന്നു. കോയ കോളിക്ക് വിളിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ വിവരമുള്ള ആൾക്കാർ കോയ കോളിലേക്ക് വിളിച്ചാൽ ഈ ചങ്ങായിന്റെ ഓഫീസ് പൂട്ടും. അതെല്ലാം നേരെ ഇങ്ങോട്ട് പോയി, പിന്നെ ലണ്ടനിലേക്ക് പോയി. ഇവിടെ ഇസ്രായേലിൽ ഇങ്ങനെ കുറെ പറ്റിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ലണ്ടനിലേക്ക് പോയി. ഇവിടെ കോയ കോളിങ്ങിന്റെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അവിടെ പുലികളടുത്തൊക്കെ പോയി. അവിടെ പോയിട്ട് അവരോട് പറയുന്നു ഉമ്മാക്ക് മകനെ കല്യാണം കഴിക്കാനും പറ്റുമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഉമ്മ അപ്പോൾ അവർ ചോദിച്ചു തെളിവ് കൊണ്ടാ, ഏതായത്താണ് ഖുർആനിലുള്ളത്, തെളിവ് ചോദിച്ചു. ഈ ചങ്ങായി പ്രിപ്പയർ എന്നാവാതെ ഇത് ഇവിടെ കോയാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇതുപോലെ ചിന്തിക്കാനുള്ള ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെയാണ് ഒരു മൊബൈലും പിന്നെ ചാറ്റ് GPT എടുത്ത് ഖുർആൻ ഡിബേറ്റ് ആക്കാൻ ചാറ്റ് GPT മൊബൈൽ എടുത്തോണ്ടായത്. ഓന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ചാറ്റ് GPT ഗൂഗിൾ സെർച്ച് ആക്കിയിട്ടാണ് ഖുർആൻ പഠിക്കുന്നത്. ഒരു ചുക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അതിരിക്കട്ടെ. എന്നിട്ട് അവിടെ പോയിട്ട് 10-15 മിനിറ്റ് തെരഞ്ഞിട്ട് ആ ഒരു ആയത്ത് കിട്ടുന്നില്ല. പിന്നെ അവന് ആ 15 മിനിറ്റിൽ ഉള്ള ചെറിയല്ല ചങ്ങായി വിളിച്ച്, ഈ ചങ്ങായി ഇത് ജനാസയാണ്, ചത്ത ജനാസയാണ്, ബുദ്ധിയില്ലാത്ത ജനാസയാണ്, ഇന്ത്യൻ, അങ്ങനെ കുറെ ഇന്ത്യന്റെ പേര് പറഞ്ഞിട്ട് ഇത് എവിടുന്ന് വന്നത്. നമ്മുടെ കേരളത്തിന്റെ വാല്യൂ മാത്രമല്ല ഇന്ത്യന്റെ വാല്യൂ പോയി. അവിടെ നാണം മര്യാദയും ചങ്ങായിന്റെ പോയി. ഈ ചങ്ങായി കാരണം കേരളത്തിന് മാത്രമല്ല മൊത്തം ഇന്ത്യ ഈ ചങ്ങായി അവിടെ ലണ്ടനിൽ മൊത്തം ഇന്റർനാഷണൽ ഇവിടെ കോയലെ പറ്റിച്ച് മുസ്ലിങ്ങളെ പറ്റിച്ച് എല്ലാം പലിശ സഹിതം അവൻ ഇന്റർനാഷണൽ ഊക്കും കിട്ടി നാറിക്കഴിഞ്ഞു. മൊത്തത്തിൽ കഴിഞ്ഞ UAE തന്നെ 6 മാസത്തിനുള്ളിൽ വെറും 6 മാസത്തിനുള്ളിൽ 5000-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ ദുബായിൽ ഇസ്ലാം മതം സ്വീകരിച്ചത്. അതേപോലെ തന്നെ ഓസ്ട്രേലിയന്റെ ഈ കൊല്ലം ഫുട്ബോൾ വേൾഡ് കപ്പ് കളിച്ച ആള് മുഫ്തി മാങ്കിന്റെ സ്പീച്ച് കേട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഫേമസ് ബ്രേക്കിംഗ് ബാഡ് ആക്ടർ അറിയപ്പെടുന്ന വലിയൊരു നടനും ഈ കൊല്ലം ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ യൂറോപ്പിൽ ഒരുപാട് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പൊട്ടക്കിണറ്റിലാണുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ കോയ മുസ്ലിയാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ല, പൊട്ടക്കിണറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. കുറച്ച് പുറത്തേക്ക് വാ, യൂറോപ്പിൽ അവിടെ ഒക്കെ പോയി ഇംഗ്ലീഷ് പഠിക്കുക. മുഫ്തി മെങ്ക് അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറെ ആൾക്കാരെ നോമാൻ അലിക്കാൻ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ സ്പീച്ച് ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇംഗ്ലീഷ് ദീനിനെ പഠിക്കേണ്ടത്. അതല്ലാതെ ഇവന്മാരെ നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഈ മൊബൈൽ നോക്കിയിട്ട് ദീനി പഠിക്കുന്ന ആൾക്കാരെ നോക്കി ഇസ്ലാം നിങ്ങൾ പഠിക്കണ്ട. ഇവിടെ കുറച്ച് താടി വെച്ച ആൾക്കാർ ദീനി പറയുമ്പോൾ നിങ്ങളുടെ തീവ്രവാദിയും അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരും സുഡാപ്പികളും ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് പോയിട്ട് അവിടെ താടി വെച്ച ആൾക്കാർ ദീനി പറഞ്ഞപ്പോൾ നീ സുഡാപ്പിയാണ് അല്ലെങ്കിൽ നീ മുസ്ലിയാറാണെന്ന് പറയാൻ ധൈര്യമുണ്ട്. ഇതുപോലെ ആരിഫ് ഹുസൈനുമാരെ ലോകാവസാനം വരെ ഒരുപാട് വന്നാലും അതിന്റെ ഗുണം ഇസ്ലാമിലേക്ക് വിമർശനം കൂടുന്നതനുസരിച്ചിട്ട് ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരിക്കും, കൂടുതൽ ആൾക്കാർ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ